വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യവും എന്നാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഉത്തരാഖണ്ഡിലെ ഖന്ദർ എന്ന ഗ്രാമത്തിൽ വധു ഒരുപാട് സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ, കല്യാണത്തിന് വന്നു കഴിഞ്ഞാൽ 50,000 രൂപ പിഴ. ആകെപ്പാടെ ഉപയോഗിക്കാൻ പറ്റുന്നത് മുക്കുത്തി, കമ്മൽ, മംഗല്യസൂത്രം. ഈ മംഗല്യസൂത്രം എന്ന് പറഞ്ഞാൽ താലിമാലയാന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 3 ഐറ്റം മാത്രമേ ഇട്ടുകൊണ്ട് വധുവിന് വരാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ സ്വർണ്ണം മറ്റൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ 50,000 രൂപ പിഴ. ഇതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കേരളത്തിലും വരണം. അവിടെ നിയമമാണോ എന്ന് ചോദിച്ചാൽ അത് സർക്കാർ പുറപ്പെടുവിച്ച നിയമമൊന്നുമല്ല. അവിടുത്തെ ഒരു ഗ്രാമത്തിലെ ആൾക്കാരെല്ലാവരും കൂടെ കൂടി എടുത്തൊരു തീരുമാനം. അവർക്ക് ഈ ഗ്രാമസഭ പോലൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഈ തേന്മാൻകൊമ്പത്ത് എന്ന് പറയുന്ന സിനിമയിലൊക്കെ കണ്ടില്ലേ, എന്ന് പറഞ്ഞ പോലെ അവിടെ അവരായിട്ട് തന്നെ ആലോചിച്ചുണ്ടാക്കുന്ന ഒരു നിയമമാണ് 50,000 രൂപ പിഴ. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഒരു കാര്യം നല്ലായിരുന്നു ഞാൻ ആലോചിക്കുന്നത്. കേരളത്തിൽ നിയമമായിട്ടൊന്നും വേണ്ട, എന്നാലും ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പറയുകയാണ്. അതായത് നമ്മുടെ ഇവിടെയൊക്കെ കല്യാണത്തിന് കണ്ടിട്ടുണ്ടോ, അതായത് 5 പൈസ കയ്യിലില്ലായിരിക്കും പെണ്ണിനെ കെട്ടിക്കാനായിട്ടൊക്കെ. അപ്പോൾ ഇവർ ചെയ്യുന്ന പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കടപ്പെട്ട് പോവുക. അതായത് പെണ്ണിനെ കെട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവരെ ലാഭപ്പാട് 2-3 പവൻ സ്വർണ്ണം കാണത്തുള്ളൂ. എന്നിട്ട് വീട് കൊണ്ട് ഈട് വെച്ചിട്ട് വേറെ ലോണും ഒക്കെ എടുത്ത് 10-15 പവനും ഒക്കെ ഉണ്ടാക്കി, പിന്നെ പോരാത്തതിന് 10,000 പേരെയും വിളിച്ചിട്ട് സദ്യയും പിന്നെ വേറെ വിവാഹത്തിന് വേണ്ട മറ്റ് ചിലവുകളും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒടുക്കത്തെ ചിലവായിരിക്കും. എന്നിട്ട് ലക്ഷങ്ങളുടെ കട ഇവരുടെ അടുത്ത് തല വെക്കുന്നത്. ഞാൻ പറയുന്നത് കയ്യിൽ പണം ഉള്ളവൻ ചെയ്തോട്ടെ, അവൻ പണം പുറത്തോട്ട് ഇറക്കണം. അതാണല്ലോ അതിൻ്റെ ശരി. കാരണം വിവാഹം പോലുള്ള പരിപാടികളിൽ കുറേ പേര് ആഡംബരമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഈ പന്തലുകാർക്കും സദ്യക്കാർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ പൈസ ലഭിക്കുന്നത്. അത് വേണം. പക്ഷേ പൈസ ഇല്ലാത്തവൻ അവൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന പരിപാടി ചെയ്താൽ പോരെ. ഇത് ഇല്ലാത്ത കടം പോലെ മേടിച്ചിട്ട് എങ്ങനെയെങ്കിലും പെണ്ണിനെ ഇറക്കി വിടും. അതിനുശേഷം ഇവർ ജീവിതാവസാനം വരെ ഈ കടത്തിൻ്റെ മേളിൽ കിടന്ന് കളിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തിനാണ് ഇങ്ങനത്തെ ഈ പരിപാടി കാണിക്കുന്നത്? നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ വിളിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർക്ക് എല്ലാവരും അങ്ങോട്ട് സദ്യം കഴിച്ച് കഴിഞ്ഞിട്ട് കുറേ പേര് അങ്ങോട്ട് മാറി ഇന്ന് കുറ്റവും പറഞ്ഞിട്ട് പോകും. എല്ലാ കാര്യമുണ്ടോ? അവനവൻ്റെ കാശിനനുസരിച്ച് ചെയ്താൽ പോരെ. കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് ബന്ധുക്കാരെയും സുഹൃത്തുക്കളെയും മാത്രം വിളിച്ചിട്ട് സിമ്പിളായിട്ട് കാര്യം നടത്തിയേക്കണം. അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കടവും വിലയെല്ലാം മേടിച്ചിട്ട് കടപ്പെട്ട് പോകുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിന് പല പക്ഷങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതായത് നീയൊക്കെ മറ്റുള്ളവരുടെ വീട്ടിൽ പോയി നക്കി കഴിഞ്ഞിട്ട് പിന്നെ നിൻ്റെയൊക്കെ വീട്ടിലെ കല്യാണം വരുമ്പോൾ നീ നാട്ടുകാരെ വിളിക്കാതെ പോകുന്നത് ശരിയാണോടാ, മറിച്ചതാണെന്നൊക്കെ കമൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മളെ വിളിച്ചിട്ടില്ല നമ്മൾ പോകുന്നത്. വിളിച്ചു കഴിഞ്ഞാൽ ചുമ്മാ വെറുതെ കൈയോടെ പോകാറുമല്ലോ. ഒട്ടുമിക്ക ആൾക്കാർ അവിടെ ചെന്ന് 10-300 രൂപയ്ക്ക് അല്ലെങ്കിൽ 500 രൂപയെങ്കിലും കൊടുത്തിട്ടൊക്കെയാണ് വരുന്നത്. ഇനി അഥവാ കൊടുത്തില്ലെങ്കിൽ പോലും നമ്മളെ വിളിക്കാനായാലും നമ്മൾ പോയി അവരോട് പോയി പറഞ്ഞോ? ഇല്ലല്ലോ. വിളിച്ചില്ലെങ്കിൽ വിളിച്ചില്ല, അത്രയല്ലേ ഉള്ളൂ. ചില ആൾക്കാരുടെ കമൻറ്റുകളാണ്. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഇതുപോലെ കടവും വിലയും മേടിച്ചിട്ട് ജീവിതാവസാനം വരെ ഇങ്ങനെ മുടിയേണ്ട കാര്യമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം.